Hi all, it's me, your Ahmed Azharuddin. Okay, good. ഇത്രയും ദിവസം നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിലാണ് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തത്. ഇന്ന് നമുക്ക് ആദ്യമായിട്ട് കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്തരാ ഷെയർ ചെയ്ത് ഒരു കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എപ്പോഴും എത്തിച്ചു തരാറുണ്ട്. പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ സ്റ്റോക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, എന്താണ് ഇതിൻ്റെ ബിഹൈൻഡിലുള്ള റീസൺ, വല്ല സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണോ ഈ പറയുന്ന സ്റ്റോക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും വരാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലുള്ള വ്യൂവേഴ്സും എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ പലപ്പോഴായിട്ടും ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എന്ന് ഞാൻ ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്തിരുന്നു. ഫൈനലി ആ വെയിറ്റിംഗ് ഓവറാണ്. ഇന്ന് ഈ ഒരു വീഡിയോസ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുക എന്നും അതിൽ എങ്ങനെ ഒരു ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ മെയിൻലി ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെയ്ഡ് ആയിട്ടുള്ള വേർഷനോ അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ആപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെബ്സൈറ്റോ അവിടെ ഒന്നും പോയിട്ടല്ല ഞാൻ പൊതുവെ എന്ത് ചെയ്യാറ്, ഈ പറയുന്ന സ്റ്റോക്ക് കാര്യങ്ങൾ സെലക്ട് ചെയ്യാറ്. മെയിൻലി ഞാൻ ചെയ്യുന്നത് തലേ ദിവസം ഇരുന്ന് നിഫ്റ്റി 50യുടെ 50 സ്റ്റോക്കുകളും എന്തായാലും അനാലിസിസ് ചെയ്ത് വയ്ക്കും. അതിൻ്റെ പ്രോപ്പർ ലെവൽസ് ഞാൻ എന്ത് ചെയ്യാറുണ്ട്, മാർക്ക് ചെയ്ത് വയ്ക്കാറുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രീ ഓപ്പൺ മാർക്കറ്റിൽ കുറച്ച് ഡേറ്റാസ് കിട്ടും, അത് ഞാൻ കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 9-7 തന്നെ നമുക്ക് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യും. ആ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പല സ്റ്റോക്കുകളും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഗ്യാപ്പ് അപ്പ് ആണോ, ഗ്യാപ്പ് ഡൗൺസ് ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ വ്യൂവിലാണോ സ്റ്റോക്ക് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഇൻഫർമേഷൻസ് അവിടെ നിന്ന് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ NSE ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മെയിൻ സോഴ്സസ് ഓഫ് ഡാറ്റാസ് എടുക്കുന്ന NSEയിൽ നിന്നാണ്. പലപ്പോഴായിട്ടും പല പെയ്ഡ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, പല വെബ്സൈറ്റിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും കിട്ടാത്ത പ്രോപ്പറായിട്ടുള്ള ഡേറ്റാസും ഇൻഫോർമേഷൻസും എനിക്ക് ഡയറക്റ്റ്ലി NSEയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം 3 എക്സ്ചേഞ്ചുകളുണ്ട്, NSE, BSE, MCX അഥവാ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ 3 എക്സ്ചേഞ്ചിലാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രേഡ്സ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുക. അതിലും നമ്മൾ മെജോറിറ്റി ഓഫ് ടൈം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് NSEയിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ട്രേഡ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ NSE വെബ്സൈറ്റ് ആണ് കൂടുതൽ ഞാൻ അനാലിസിസ് ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. ഫൈനലി അവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് ഇൻഫോർമേഷൻസ് ആയിരുന്നു എൻ്റെ ട്രേഡിംഗ് ജേർണിയിൽ പലപ്പോഴായിട്ടും നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്. സോ ഇനി ഞാൻ ഒരുപാട് എന്ത് ചെയ്യുന്നില്ല, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എങ്ങനെ ഞാൻ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ NSE അനാലിസിസ് വീഡിയോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് നമ്മളൊരു ഗൂഗിൾ ബ്രൗസർ എടുക്കുക, അതെങ്കിൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ വന്നതിന് ശേഷം NSE ഇന്ത്യ എന്ന് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ഈ ഒരു NSE www.nseindia.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എന്ത് ചെയ്താൽ മതി, കയറിയാൽ മതി. സോ ഇതാണ് NSEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴായിട്ടും നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഇവിടെ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസിൻ്റെ ബേസിലാണ് പല റിസോഴ്സസും എന്ത് ചെയ്യുന്നത്, റൺ ചെയ്ത് പോകുന്നത്. സോ അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ തന്നെ വന്ന് എടുക്കാൻ കഴിഞ്ഞാൽ അത്രയും ഇൻ്റർമീഡിയറ്റ്സ് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ലേ. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം നമുക്ക് ഓവറോൾ സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന NSEയിൽ ടോട്ടൽ എത്ര സ്റ്റോക്കുകൾ ഉണ്ട് എന്നുള്ള ഡാറ്റാസ് കിട്ടും. ഏകദേശം ഇപ്പോൾ ഇന്ന് 3195 സ്റ്റോക്കുകളോളം എന്ത് ചെയ്തിട്ടുണ്ട്, NSEയിൽ ലിസ്റ്റഡ് ആണ്. അപ്പോൾ ഈ 3195 സ്റ്റോക്കുകളിൽ നമ്മൾക്ക് വേണ്ട ആ സ്റ്റോക്കുകൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് എത്ര സ്റ്റോക്കുകൾ നല്ല രീതിയിൽ ബൈയിങ് പ്രഷറിലേക്ക് പോയി, എത്ര സ്റ്റോക്കുകൾ സെല്ലിംഗ് പ്രഷറിലേക്ക് പോയി, അതുപോലെ തന്നെ എത്ര സ്റ്റോക്കുകൾ ന്യൂട്രൽ വ്യൂവിലായിട്ട് എൻഡ് ചെയ്തു എന്നുള്ള ഒരു ഡാറ്റാസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 52 വീക്ക് ഹൈയും 52 വീക്ക് ലോവും, അപ്പർ സർക്യൂട്ട്, ലോവർ സർക്യൂട്ട്, അത് നോർമലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻസ് ഉണ്ട്, അതാണ് ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഫോർമേഷൻസ് കിട്ടും. അഥവാ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ്
പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുകളിലോട്ട് പോയ സ്റ്റോക്കും ഏറ്റവും കൂടുതൽ താഴോട്ട് ഇറങ്ങിയ സ്റ്റോക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ദെൻ മോസ്റ്റ് ആക്റ്റീവ് സ്റ്റോക്ക് അഥവാ ഇൻ ബേസിസ് ഓഫ് വോള്യം, നല്ല രീതിയിൽ വോള്യത്തോടു കൂടി പെർഫോം ചെയ്ത സ്റ്റോക്കുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. സോ ഈ ഒരു റിസോഴ്സിൽ തന്നെ നമുക്ക് വേണ്ട സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്ത് എടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമുക്ക് വൺ ഓഫ് ദ മെത്തേഡ് ആണ്. കാരണം തലേ ദിവസം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോസ്റ്റ് ആക്റ്റീവ് സെക്ഷനിലേക്ക് പോകുന്നു. അവിടെ നോക്കുന്ന സമയത്ത് ഇന്ന് ICICI ബാങ്ക് നല്ല രീതിയിൽ നെഗറ്റീവ് 1.24% താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹിൻഡാൽകോ നോക്കുന്ന സമയത്ത് 5.39% താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഒന്ന് പോയി ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്മിങ് ഡേയ്സുകളിലും ഇല്ല വരുന്ന ദിവസങ്ങളിലും അവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇന്ന് നല്ല രീതിയിൽ ഇറങ്ങിയ ഹിൻഡാൽകോ എന്ന് പറയുന്ന സ്റ്റോക്ക് എടുത്ത് നോക്കുകയാണ്. സോ ഇവിടെ നോക്കിയേ, ഈ ചാർട്ട് നോക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴായിട്ടും ആ സ്റ്റോക്കുകളിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് നോക്കുമ്പോൾ ഹിൻഡാൽകോ ഐ തിങ്ക് ലാസ്റ്റ് പ്രീവിയസ് ഡേയ്സിലും ഹിൻഡാൽകോ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവിലേക്ക് പോകുന്ന സ്റ്റോക്കുകളായിരുന്നു. സോ അത് തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമുക്ക് ട്രേഡ് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഗ്യാപ്പും നമുക്ക് പലപ്പോഴായിട്ടും ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞേനെ, ഈ ഒരു മൂവ്മെന്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവാനെ, ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞേനെ. സോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ഹിൻഡാൽകോ വീണ്ടും നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹിൻഡാൽകോ നമുക്ക് എന്തായിരിക്കും, വൺ ഓഫ് ദ സ്റ്റോക്ക് ഫോർ ദ വാച്ച് ലിസ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് എന്ത് ചെയ്തായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട നല്ല സ്റ്റോക്കുകൾ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോയി നോക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NSEന്റെ തന്നെ index.com പോവുക. അവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഡേറ്റ ഇൻഡെക്സ് മൂവേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി 50യുടെ 50 സ്റ്റോക്കുകളും അതിൻ്റെ ഹീറ്റ് മാപ്പായി നമുക്ക് നോക്കാൻ പറ്റും ഡയറക്റ്റ്ലി നമുക്ക് NSEയിൽ നിന്ന് തന്നെ. പലപ്പോഴായിട്ടും നമ്മൾ നിഫ്റ്റിയിൽ എന്ത് ചെയ്യാറ്, ഈ പറയുന്ന ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ടും ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കാറുണ്ട്. പക്ഷേ NSEയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഹീറ്റ് മാപ്പ് എടുത്ത് നോക്കാൻ പറ്റും. ഇതിനെ ഒന്ന് ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഒരുപാട് നിഫ്റ്റി 100, അതുപോലെ 200, അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും അതുപോലെ തന്നെ ഓട്ടോ സെക്ടർ, FMCG, IT, മീഡിയ, എല്ലാ സെക്ടേഴ്സിൻ്റെയും സ്റ്റോക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. സോ ഈ ഒരു ഡേറ്റാസ് കണക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് എടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ പറയുന്ന ഇൻഡെക്സിന്റെ മൂവ് നമുക്ക് എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 50 സ്റ്റോക്കുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ മെജോറിറ്റി ഓഫ് സ്റ്റോക്കുകളും പോകുന്നത് എവിടേക്കാണ്, താഴോട്ട് പോകുന്ന കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 50 സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ അതിൽ 30%, അതിൽ മോർ ദാൻ 30% അല്ലെങ്കിൽ 70% ഓഫ് സ്റ്റോക്കുകളും നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് നിഫ്റ്റിയുടെ വ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഇന്ന് നിഫ്റ്റി നോക്കുന്ന സമയത്തും ഒരു സെല്ലിംഗ് പ്രഷറാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നോർമലായിട്ട് ബേസിക് അറിയുന്ന ആൾക്കാർക്ക്, അത് പലപ്പോഴായിട്ടും ഞാൻ ബേസിക് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാറുണ്ട്, കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ആ ഒരു ബേസിൽ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് ഏത് സ്റ്റോക്കാണ് നല്ല രീതിയിൽ. അപ്പോൾ നിഫ്റ്റി 50 താഴോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കിൽ എവിടേക്കായിരിക്കും, സെൽ സൈഡിലുള്ള സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ ഏത് സ്റ്റോക്കുകളാണ് എടുക്കേണ്ടത്, അതിവിടെ തന്നെയുണ്ട്. ഇന്ന് നോക്കിയാൽ ICICI ബാങ്ക്, ഗ്രാസിം, ഹിൻഡാൽകോ, എറ്റേണൽ എന്ന് പറയുന്ന സ്റ്റോക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഭാരതി എയർടെൽ, ഈ സ്റ്റോക്കുകളെല്ലാം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ICICI ബാങ്ക് നിങ്ങൾ എടുത്ത് നോക്കിയേ, ഇന്ന് എന്തായാലും ICICI ബാങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരിക്കും. കണ്ടില്ലേ, ICICI ബാങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്ന് നല്ലൊരു മൂവ്മെന്റ് നമുക്ക് വരുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഏതാണ്, ഗ്രാസിം ഇൻഡസ്ട്രി. Just a minute. യെസ്, ഗ്രാസിം ഇൻഡസ്ട്രി നല്ലൊരു ഗ്യാപ്പ് ഡൗണോട് കൂടി നല്ലൊരു സെല്ലിംഗ് പ്രഷറോട് കൂടി പോകുന്ന കാണാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ അടുത്തത് ഏതാണ്, ഹിൻഡാൽകോ നമ്മൾ നോക്കി. എറ്റേണൽ എന്ന് പറയുന്ന അത്യാവശ്യം സൂപ്പർബായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, 2 ദിവസം മുമ്പ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞതാണ്. സ്റ്റിൽ അതെന്ത് തന്നെയാണ്, സെല്ലിംഗ് പ്രഷറിലേക്ക് പോവുകയാണ്. സോ ഇത് വൺ ഓഫ് ദ മെത്തേഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന NSEയിൽ വരുന്ന ഈ പറയുന്ന ഹീറ്റ് മാപ്പും നിഫ്റ്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് സൈഡിലേക്ക് ട്രേഡ് എടുക്കണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക. കാരണം ഈ നിഫ്റ്റി താഴോട്ട് പോകുന്ന സമയത്ത് ബൈയിങ് സൈഡിലേക്കാണ് നമ്മൾ ട്രേഡ് നോക്കുന്നതെങ്കിലോ,
ഏകദേശം റിലയൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് ബുള്ളിഷിലോട്ട് പോകുന്ന സ്റ്റോക്ക് ആയിരുന്നു. പക്ഷേ മുകളിലോട്ട് പോകുന്ന ഫോഴ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. കാരണം ഇൻഡെക്സ് എങ്ങോട്ടാണോ പോകുന്നത് അവിടെ ആയിരിക്കും ഈ പറയുന്ന സ്റ്റോക്കുകൾ മൂവ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഡെക്സ് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്തിലേക്കാണ് അല്ലെങ്കിൽ ഏത് സൈഡിലേക്കാണ് ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളൊരു ഡേറ്റാസ് നമുക്ക് അവിടെ കണക്ട് ആയി കിട്ടും. ഇനി നിഫ്റ്റി 50 നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങിയത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? സെല്ലിംഗ് സൈഡിലേക്കുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്തെടുക്കാൻ കഴിഞ്ഞു. അതേസമയം നല്ല രീതിയിൽ ബൈയിങ് സൈഡിലേക്ക് പോവുകയാണെങ്കിലോ ആ ബൈയിലേക്ക് അല്ലെങ്കിൽ അതിനെ കൊണ്ടുപോകുന്ന അഥവാ ഈ ബൈ സൈഡിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഇത് വൺ ഓഫ് ദ മെത്തേഡ്. ഈ പറയുന്ന നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ് എല്ലാം സൈഡ് വേസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴും നമുക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ കഴിയണ്ടേ? അവിടെയാണ് നിങ്ങൾ നോക്കേണ്ടത് സെക്ടർ വൈസിലേക്ക് വരിക. സെക്ടേഴ്സ് വൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സെക്ടറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇവിടെയും അതുപോലെ തന്നെ NSE വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡേറ്റ, ഇൻഡീസസ്, ആ ഇൻഡീസസിൽ തന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സെക്ടോറിയൽ ഇൻഡീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ സെക്ടോറിയൽ ഇൻഡീസസ് ഏത് സെക്ടറാണ് നല്ല രീതിയിൽ നെഗറ്റീവിലേക്ക് പോകുന്നു എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം കാണാൻ കഴിയുന്നത് നിഫ്റ്റി മീഡിയ അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. നിഫ്റ്റി മെറ്റൽ നല്ല രീതിയിൽ നെഗറ്റീവിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ നെഗറ്റീവിലേക്ക് പോകുന്ന സെക്ടർ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ സെക്ടറിന്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് എടുക്കാൻ പറ്റും. ഈ പറയുന്ന NSEന്റെ ഇൻഡെക്സസിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഫൈനാൻസ് സർവീസ് നല്ല രീതിയിൽ എന്ത് ചെയ്യാണ്? താഴോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ നിഫ്റ്റി ഫിൻ എന്ത് ചെയ്യാണ്? നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതായത് നിഫ്റ്റി ഫൈനാൻസ് സർവീസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ അണ്ടറിൽ വരുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. അവിടെയും ICICI ബാങ്ക് കോമൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ICICI ബാങ്ക് എന്തുകൊണ്ട് ഇത്രയും നല്ല രീതിയിൽ താഴോട്ട് പോയി എന്ന് പറയുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? കണക്ട് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബജാജ് ഫൈനാൻസ് എന്ന് പറയുന്ന അടുത്തൊരു ഓപ്പർച്യൂണിറ്റീസ് ആയി നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്റ്റോക്ക് ആയിരിക്കും. സോ ബജാജ് ഫൈനാൻസ് എടുത്ത് നോക്കുകയാണ്. അതിൽ നമ്മൾ ടെക്നിക്കൽ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് വരുന്നില്ല? ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ല. ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന NSEയുടെ ഡേറ്റയും അതേപോലെ തന്നെ ഈ ടെക്നിക്കൽ അനാലിസിസും കണക്ട് ചെയ്തുകൊണ്ടാവണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ട്രേഡ്സ് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കാരണം NSEയിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സെക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ആ സെക്ടേഴ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റോക്കുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽറ്റർ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നിഫ്റ്റി ഓട്ടോ എടുത്തിട്ടുണ്ട്. ആ ഓട്ടോയിൽ തന്നെ ഈ പറയുന്ന പെർസെൻറ്റേജ് ചേഞ്ചസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മുകളിലോട്ടും താഴോട്ടും പോകുന്ന സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്ത് കിട്ടും. സോ ഇന്ന് ഓട്ടോ സെക്ടറിൽ നോക്കിയേ ഐഷർ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ഭാരത് ഫോർഡ്, TVS, ഈ സ്റ്റോക്കുകളെല്ലാമാണ് നല്ല രീതിയിൽ താഴോട്ട് ഇറങ്ങിപ്പോയത്. ആ സ്റ്റോക്കുകളൊക്കെ ഒന്ന് നിങ്ങൾ പോയി എന്ത് ചെയ്യാണ്? ട്രേഡിംഗ് വ്യൂവിലോ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സിലോ പോയി എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മീൻസ് അവിടെ എല്ലാം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ രീതിയിൽ നിങ്ങൾ ഈ പറയുന്ന NSE നിങ്ങൾ ഒന്നും കൂടെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി ഒന്നും കൂടെ സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ FIS, DIS ഡാറ്റാസ് എടുക്കാം. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഷോർട്ടുകൾ ചെയ്ത ട്രേഡ്സുകൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അങ്ങനെ അതുപോലെ തന്നെ IEP പ്രൈസ്, അതുപോലെ തന്നെ ഒരു സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റൽ അനാലിസിസ്, PE റേഷ്യോ, അതുപോലെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് NSE തന്നെ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് നോക്കാൻ പറ്റും. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, അത് കണക്ട് ചെയ്ത് എങ്ങനെ എടുക്കാം എന്നുള്ള ഒരു കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയും ഈ NSEയിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്താൽ മതി? ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ NSEയിൽ നിന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇനിയും ഒന്നും കൂടെ ബെറ്റർ ആയിട്ട് NSE എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സോ ഇതെല്ലാമാണ് ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NSEയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ വരുന്ന ദിവസങ്ങളിൽ ഇനിയും ഈ പറയുന്ന NSEയിൽ എന്തെല്ലാം ഡാറ്റാസ് നമുക്ക് എടുക്കാൻ പറ്റും, എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ പറഞ്ഞു തരാം. സോ ഇനിയും നിങ്ങൾക്ക് എന്ത് ഇൻഫോർമേഷൻസ് വേണം, എന്തെല്ലാം നിങ്ങളുടെ ആ ജേർണി ഒന്നും കൂടെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ താഴെ കമന്റിൽ പിൻ ചെയ്യൂ. അതുപോലെ തന്നെ ഞങ്ങളുടെ
റെഫറൽ ലിങ്ക് ത്രൂ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. കാരണം ഞങ്ങളുടെ ലിങ്ക് ത്രൂ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ഫെസിലിറ്റീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് ചലഞ്ച്, അതുപോലെ തന്നെ പ്രീമിയം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആഡ് ആവാം. അതുപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ഒരുപാട് പ്രൈസസ് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ഒരു പ്രീമിയം ഗ്രൂപ്പിൽ. സോ അത് മിസ് ചെയ്യണ്ട. ഞങ്ങളുടെ ലിങ്ക് ത്രൂ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ദെൻ ഫയേഴ്സ് അല്ലെങ്കിൽ ആലിസ് ബ്ലൂ, ഈ 3 അക്കൗണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ നെയിം ആൻഡ് ID ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ വെരിഫൈ ചെയ്ത് നിങ്ങൾ അവിടെയും ജോയിൻ ചെയ്യിപ്പിക്കുന്നതായിരിക്കും. സോ ഈ പറയുന്ന ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ അത്രമാത്രം പറഞ്ഞ് നമ്മുടെ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് ഇൻഫോർമേറ്റീവ് വീഡിയോ ഞാൻ എൻഡ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അഹമ്മദ് അസറുദ്ദീൻ. ടേക്ക് കെയർ. ബൈ.